ഇവോൾവിങ് ആസ് എ വ്ളോഗറിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് എങ്ങനെ കൂട്ടാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണല്ലോ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ. നിങ്ങൾ പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ കണ്ടൻറ്റ് ചെയ്യുക. മേ ബി നിങ്ങൾ 1-2 വർഷം ചിലപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകും. അപ്പോൾ അതിലെവിടെയെങ്കിലും ഒരു വൈറൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ആഴ്ചയിൽ 2-3 റീലുകൾ നിങ്ങൾ പോസ്റ്റ് ചെയ്യണം. എപ്പോഴും നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എൻഗേജ് ആയിട്ടിരിക്കണം. എന്തെങ്കിലുമൊക്കെ ഡെയിലി വരുത്താൻ നോക്കുക. അത് ഇനി പോസ്റ്റ് ആയാലും സ്റ്റോറി ആയാലും അല്ലാന്നുണ്ടെങ്കിൽ റീൽസ് ആയാലും. ചിലപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന റീൽ ചിലപ്പം എല്ലാവരും കണ്ടോളുന്നില്ല. നേരെ മറിച്ച് ഇതെല്ലാം കാണുന്ന ഒരാളുണ്ട്, ആരറിയില്ലേ, ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ വലിയ ആൾക്കാർ, ഇൻസ്റ്റാഗ്രാമിൻ്റെ ആൾക്കാർ. അത്തരത്തിൽ നിങ്ങൾ റെഗുലറായിട്ട് പോസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ബിരിയാണി ഒരു ദിവസം കിട്ടും. ആ ബിരിയാണി ഒരു 1 മില്യൻ്റെ രൂപത്തിലോ 2 മില്യൻ്റെ രൂപത്തിലായിരിക്കും. നേരെ മറിച്ച് ആ ബിരിയാണി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ യഥാർത്ഥ പണി തുടങ്ങുക. പണ്ട് നമ്മളെല്ലാവരും നാട്ടിലെല്ലാവരും പറയാറില്ലേ, SLC പാസ്സായി പിന്നെ സെറ്റാണെന്ന്. എവിടെ പിന്നല്ലേ യഥാർത്ഥ പണി തുടങ്ങണേ. അത് കഴിഞ്ഞ് +2, അത് കഴിഞ്ഞ് ഡിഗ്രി കോഴ്സ്, അത് കഴിഞ്ഞ് ജോലി. നമ്മൾ വിചാരിക്കും ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സെറ്റാണ്, പിന്നെ ലീവ് എടുക്കലും പിന്നെ കളിയായിരിക്കുന്നത്. പക്ഷേ ഓരോ സ്റ്റേജ് ഓഫ് ലൈഫിലാണ് നമുക്ക് റെസ്പോൺസിബിലിറ്റിയും ബുദ്ധിമുട്ടുകളും കൂടുന്നത്. അത് ഒരു പക്ഷേ ഇപ്പോഴൊക്കെയാണ് നമുക്ക് പല ആൾക്കാർക്കും മനസ്സിലായി വരുന്നത്. അതുകൊണ്ട് നമ്മൾ എവിടെയും ബേസിക്കലി ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടിക്കാലമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മളെല്ലാവരും തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ആ കുട്ടിക്കാലം. നമ്മളൊക്കെ പല വീഡിയോസിലും പല സമയത്തും അത് പറഞ്ഞിട്ടുണ്ട്. സത്യം തന്നെ കേട്ടോ, അതിന് തിരിച്ചു വരില്ല. നിങ്ങൾക്കൊരു 1 മില്യനോ 2 മില്യനോ ഒരു വീഡിയോ നീ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ പണി തുടങ്ങുന്നത്. അവിടെ മുതൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ മുമ്പ് എത്രത്തോളം എൻഗേജ്മെൻ്റ് ആണോ നിങ്ങളെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരുത്തിയത്, അതില്ലെങ്കിൽ അതിലപ്പുറത്തുള്ള ഒരു ലെവലിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ ഇതിൽ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളെ ഒരു പ്രസൻസ് കാണിക്കുക. അത് ഇനി സ്റ്റോറി ആയാലോ പോസ്റ്റ് ആയാലോ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ആയിട്ട് നിങ്ങളെ പ്രസൻസ് കാണിക്കുക. ഇത്തരത്തിൽ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേറൊരു മാർഗ്ഗമാണ് ഷോർട്ട് കട്ടുകൾ. അപ്പോൾ ഈ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് സബ്സ്ക്രൈബേഴ്സ്, അതായത് നിങ്ങൾക്കൊരു പ്രൊഫൈൽ ചിലപ്പോൾ നോക്കിയാൽ കാണും, ചിലപ്പോൾ ഈ ആഴ്ച അതിൽ ചിലപ്പോൾ 5K ഫോളോവേഴ്സ് ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് അടുത്ത ആഴ്ച നോക്കുമ്പോൾ 10K ആവും, പിന്നെ അത് കഴിഞ്ഞ് ഒരു 20K ആവും, പിന്നെ അത് കഴിഞ്ഞ് അതൊരു 60K ആവും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവരെ ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂടും, അവർ ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടും. അപ്പോൾ ഇത്തരത്തിൽ ഫേക്കായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നമുക്ക് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഒരു കണ്ടൻറ് ക്രിയേറ്റർ ആയി മാറിയാൽ തന്നെ ഏകദേശം ഒരു 5-6 മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് എല്ലാ ആഴ്ചയിലും റെഗുലറായിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാരെ മെസ്സേജസ് ഇൻബോക്സിൽ വരും. ഞങ്ങൾക്ക് ഇത്ര പൈസക്ക് ഇത്ര ലൈക്ക്, ഇത്ര വ്യൂസ്, ഇത്ര സബ്സ്ക്രൈബേഴ്സ്. അത് 2 തരമുണ്ട്. ഒന്ന് സാറിന് എല്ലാവർക്കും അറിയായിരിക്കും ബോട്ട് എന്ന് പറഞ്ഞ രീതി. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ്, ജെന്യൂൻ സബ്സ്ക്രൈബേഴ്സിനെ വാങ്ങുന്നത്. അപ്പം ഈ ഒരു കാര്യം ഞാൻ അറിഞ്ഞിടത്തോളം ഇത് നമ്മളെ പ്രൊഫൈലിനെ ബാധിക്കും. കാരണം ഇതെല്ലാം കാണുന്ന ഒരാളുണ്ടല്ലോ, ആ ആൾക്കാർ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മളെ പ്രൊഫൈലിനെ ബാധിക്കും. അവർക്ക് ഒരു പരിധിയിൽ കൂടുതലുള്ള റീച്ച് കിട്ടൂല എന്നാണ് എൻ്റെ അറിവ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണ ഉണ്ടോ? അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ ഫേക്കായിട്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ റീച്ചിനെ ശരിക്കും ബാധിക്കുമോ? അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുമോ? കാരണം ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് റീച്ച് കയറുക അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഞാൻ വളർന്നു വരുന്ന സമയത്ത് അനുഭവിച്ച ബുദ്ധിമുട്ടുകളാണ്. എന്നെ പല ആൾക്കാരും സഹായിച്ചിട്ടില്ല. നേരെ മറിച്ച് ഇനി വളർന്നു വരുന്ന എൻ്റെ വീഡിയോ കാണുന്ന ഒരാൾക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഫേക്കായിട്ടുള്ള ലൈക്സും കാര്യങ്ങളും കൂട്ടുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പാതയിലേക്ക് നമ്മൾ പോകുമ്പം അത് നമ്മളെ പ്രൊഫൈലിനെ എത്തരത്തിൽ ബാധിക്കും. നമ്മളെ പ്രൊഫൈൽ കൂടുതൽ റീച്ച് വന്നു കഴിഞ്ഞാലാണ് നമ്മൾ കൂടുതൽ ആൾക്കാർ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വിളിക്കുക. അപ്പോൾ അവരെ പ്രൊഫൈൽ അവർ നോക്കുന്ന സമയത്ത് ഇവർക്ക് അത്രത്തോളം ഫോളോവേഴ്സ് ഉണ്ടല്ലോ, അത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം വീഡിയോസിനുള്ള വ്യൂസും ഉണ്ട്, ലൈക്സും ഉണ്ട്. സോ ലെറ്റ് ദം കോൾ ഫോർ ദ പ്രൊമോഷൻ. നേരെ മറിച്ച് ആ ആൾക്കാരെയും അത്യാവശ്യം അന്തം ബുദ്ധിയുള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് ഒരു പ്രൊഫൈൽ ഇത് ഫേക്ക്ഡ് ആണോ അല്ലാതെ ഇത് മറ്റേതാണോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നല്ല രീതിയിലുണ്ട്. കാരണം ഇപ്പോൾ ഒരുപാട് അക്കൗണ്ട് റീച്ച് നോക്കാനുള്ള ഒരുപാട് സോഫ്റ്റ്വെയർസും ഓൺലൈനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ പ്രൊഫൈൽ നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, നിങ്ങൾക്ക് മറ്റുള്ള പ്രൊഫൈലുകൾ ചെക്ക് ചെയ്യാം. അപ്പോൾ കൂടുതൽ ഇപ്പോഴത്തെ കാലത്ത് ഫോളോവേഴ്സിനെ ഗെയിൻ ചെയ്യുന്ന അത്ര പാടാണ്, നല്ല പാടാണ്. നമ്മൾ ആ 2 മില്യൺ വീഡിയോസിൽ തന്നെ നമുക്ക് ആകെ കയറിയത് എനിക്ക് തോന്നുന്നു 2100 ഫോളോവേഴ്സ് അങ്ങാണ്ട് കയറിയത്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ നിങ്ങളെ അക്കൗണ്ട് എൻഗേജ് ആക്കിയിരുത്താൻ ശ്രമിക്കുക. അക്കൗണ്ടിൻ്റെ എൻഗേജിങ് കൂട്ടുക, അക്കൗണ്ട് റീച്ച് കൂട്ടുക. അതിലൂടെ ഫോളോവേഴ്സ് പതിയെ വന്നോളും. അതുകൊണ്ട് നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല കണ്ടൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. എല്ലാ ദിവസങ്ങളും നിങ്ങളെ പ്രസൻസ് സോഷ്യൽ മീഡിയയിൽ കാണിക്കുക. വളരെ പാഷനേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. 1 day വിൽ ബി ഫോർ യു എന്ന് തന്നെയാണ് അതിനുള്ള ഉത്തരം. ഞാനല്ലേ ഇപ്പോഴും ഞാനൊന്നും എവിടെ എത്തിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും ഇവനെവിടെ എത്തിയിട്ട് പറയാമെന്ന്. അല്ല കേട്ടോ, ഞാനൊക്കെ സ്റ്റിൽ സ്ട്രഗ്ലിംഗ് ആണ്. അപ്പോൾ സ്റ്റിൽ സ്ട്രഗ്ലിംഗ് ആയ ആളുകൾ, അപ്പുറത്തുള്ള ആളുകൾ, ഇനിയും ഉയർന്നു വരാനുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഹെൽപ്ഫുള്ളാണ് എൻ്റെ വീഡിയോ എന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ഹാപ്പി ഫോർ ദാറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.